ഇത്രയും കാറ്റഗറീസിലാണ് ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാവേ. ഓക്സിലറി നഴ്സ് മിഡ്വൈഫറി സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജുസ് അക്കാഡമി. സോ ഒരു പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്ന വിവരം പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മൾ കാണുന്ന പോലെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലെ JPHN അല്ലെ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിന്റെ കുറെ വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതായത് വിളിച്ചിരിക്കുന്നത് ഈ കാറ്റഗറീസിൽപ്പെട്ടവർക്കാണ്: മുസ്ലിം, LC, ഹിന്ദു നാട, ST, OBC, ധീവര. സോ ഈ കാറ്റഗറിയിലുള്ള NCA നോട്ടിഫിക്കേഷൻ ഫിൽ ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. നമുക്കതിന്റെ ഡീറ്റെയിൽസ് നോക്കാം കേട്ടോ. നോക്കി നമ്മളെ കാണുന്ന പോലെ കാറ്റഗറി നമ്പർ 849 കേട്ടോ. 849/2025 മുതൽ 854/2025 ഇത്രയും കാറ്റഗറീസിലാണ് ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പോസ്റ്റിന്റെ പേര് നോക്കിക്കേ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് പോസ്റ്റ് ആണ്. പേ സ്കെയിൽ വരുന്നത് 31,100 to 66,800, അതായത് 31,100 മുതൽ 66,800 ആണ്. നിയർലി ഒരു 35,000 രൂപയോളം നമുക്ക് ഇൻ ഹാൻഡ് സാലറി ഡ്രോ ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്റ് ആണ്. നോക്കിയേ, വേക്കൻസീസ് ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസീസ് ആണ് വരുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന കാറ്റഗറിയിൽ ലൈക്ക് മുസ്ലിം, LC, ഹിന്ദു നാടാർ, ST, OBC, ധീവര കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്ട്രിക്റ്റിലൊക്കെയാണ് വേക്കൻസീസ് വരിക. അതായത് എറണാകുളം, കണ്ണൂർ, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം കേട്ടോ. ഈ ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പോൾ വേക്കൻസീസ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാവേ. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് നോക്കിയേ, ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 44 വയസ്സ് വരെ കേട്ടോ. 18 വയസ്സ് മുതൽ 44 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. അപ്പോൾ അതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നത് ജനുവരി 2, 1981 ശേഷം ജനിച്ച് 1/1 അതായത് ജനുവരി 1, 2007 ഉള്ളിൽ ജനിച്ചവർക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. ഇൻ കേസ് നിങ്ങൾ ST കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 18 വയസ്സിനും 46 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നോക്കിയ ക്വാളിഫിക്കേഷൻസ് നമുക്കറിയാം അല്ലെ. SSLC ആണ് ജനറൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ANM ഓക്സിലറി നഴ്സ് മിഡ്വൈഫറി സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം. കൂടാതെ ഇത് KNMC അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുള്ള ANM ക്വാളിഫിക്കേഷൻ ഉണ്ടാകണം. അത് അല്ല എങ്കിൽ ഹെൽത്ത് വർക്കേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ദാറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫേഴ്സ് കൗൺസിൽ അല്ലെ, KNMC ഇഷ്യൂ ചെയ്തിട്ടുള്ള ഹെൽത്ത് വർക്കേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് വേണം. അതുകൂടാതെ രജിസ്ട്രേഷൻ വിത്ത് KNMC കേട്ടോ, കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫേഴ്സ് കൗൺസിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതിന്റെ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അല്ലെ, GNM, BSc പോലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് ANM ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ പറയുന്നത് എങ്കിലും GNM, BSc ഒക്കെ പാസ്സായവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ എജുസ് അക്കാഡമിയുടെ തൊട്ട് മുന്നേ കഴിഞ്ഞ JPHN എക്സാമിന്റെ ഒരു റാങ്ക് ലിസ്റ്റ് കൂടെ, അല്ലെങ്കിൽ അതിന്റെ ടോപ്പ് റാങ്ക് മേടിച്ച നമ്മളെ കാൻഡിഡേറ്റ്സിനെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. അതായത് കഴിഞ്ഞ എക്സാമിൽ 10ലധികം 1ാം റാങ്ക് മേടിക്കാൻ നമ്മളെ എജുസ് അക്കാഡമിയിലെ സ്റ്റുഡൻസിന് കഴിഞ്ഞു. ഈ കാണുന്നവരാണ് കേട്ടോ ഈ 1ാം റാങ്ക് മേടിച്ച കുട്ടികൾ. അതുപോലെ തന്നെ ഒരു 300ലധികം റാങ്ക് ഹോൾഡേഴ്സ് നമുക്ക് കഴിഞ്ഞ ഒരു 2025 വർഷം കൊണ്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, ഇതെല്ലാം നമ്മുടെ അക്കാഡമിയിൽ പഠിച്ച ടോപ്പ് റാങ്ക് മേടിച്ച പലരുമൊക്കെ സർവീസിൽ പ്രവേശിച്ചു. കുറെ ആൾക്കാരൊക്കെ സർവീസിലേക്ക് പ്രവേശിക്കാനായിട്ട് കാത്തിരിക്കുന്നു. അഡ്വൈസ് കിട്ടിയ ഒരുപാട് കുട്ടികളുണ്ട്. സോ ഇതൊക്കെ നമ്മുടെ അഭിമാനമാണ്. ഈ കുട്ടികളൊക്കെ നമ്മുടെ അഭിമാനമാണ്. സോ ഇതുപോലെ നിങ്ങൾക്കും ഈ പറയുന്ന JPHN എക്സാമിനേഷന് വേണ്ടി അപേക്ഷിക്കുക. എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമ്മുടെ എജുസ് അക്കാഡമിയിൽ ഇതിന്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നമ്മളൊരു പുതിയ ബാച്ച് തുടങ്ങുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് പഠിക്കാം. എക്സാമിനേഷൻ മേ ബി ഒരു 6 മാസത്തിനുള്ളിൽ കേട്ടോ, 6 മാസത്തിനുള്ളിൽ എക്സാമിനേഷൻ ഉണ്ടാകും. സോ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി, കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു പോസ്റ്റ്, ഈ ഒരു എക്സാം എഴുതാൻ കഴിയും, പാസ്സാകാൻ കഴിയും, നിങ്ങൾക്ക് ജോലി ലഭിക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പൊ അത് അടുത്ത ഈ ഒരു റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫോട്ടോസ് ഞങ്ങൾക്ക് ഇതുപോലെ കാണിക്കാൻ, അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് കാണിക്കാനുള്ള എല്ലാ ഭാഗ്യം ഉണ്ടാകട്ടെ കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എലിജിബിൾ ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നമ്മളൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അഡ്മിഷന് വേണ്ടി നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഡയറക്ഷൻ കറക്റ്റ് പ്രോപ്പർ സ്ഥലത്ത് എത്തുമ്പോഴേ നമുക്കത് കിട്ടുള്ളൂ. കറക്റ്റ് ആയിട്ടുള്ള സ്ഥലം എവിടെയാണ്. വളരെ സപ്പോർട്ടീവ് ആണ്. മെറ്റീരിയൽസും ക്ലാസ്സസും എല്ലാം എക്സലന്റ് ആണ്. എങ്ങനെ എക്സാം എഴുതണം, ഏത് രീതിയിൽ അറ്റൻഡ് ചെയ്യണം എന്ന് ഈച്ച് ആൻഡ് എവരി പോയിന്റ് സാറ് പറയും. ക്ലാസ് സൂപ്പറാണ്. അതിനെക്കുറിച്ച് പറയാൻ വാക്കുകളൊക്കെ. ഞാൻ കൂടുതലും റെക്കോർഡഡ് ക്ലാസ്സസ് നല്ല ഡീപ്പ് ക്ലാസ്സസ് ആണ്. സാറി പഠിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ പോയിന്റ്, ആ ഷുവർ സോഴ്സ് മാത്രം വായിച്ചാൽ മതിയായിരിക്കും. അത് മതി. ക്ലാസ് നോട്ട്സും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക്
മനസ്സിലാവും. അധികം എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനും അപ്പിയർ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലേക്ക് ആ ക്ലാസ് കണ്ട സമയവും ഒക്കെ ഇങ്ങനെ ഓർമ്മയിൽ വരും. സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എടുത്ത് നല്ല ഡീറ്റെയിൽ ആയിട്ട് സാറ് പോയിന്റ് ആയിട്ട് എടുത്ത് പറഞ്ഞു.